ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ആലപ്പി സ്റ്റൈലിലുള്ള ഫിഷ് മാംഗോ കറിയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് അരമുറി ചെറിയ തേങ്ങ അരമുറി എടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഇത്രയൊന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ എണ്ണയിൽ ചതച്ച് മൂപ്പിച്ചെടുക്കാനുണ്ട്. കുറച്ച് ചെറിയുള്ളി നമ്മൾ നന്നായിട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. 10-12 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, ഇത്ര നമുക്ക് ചതച്ചെടുത്ത ശേഷം ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി ചേർത്താൽ നല്ലൊരു കുറേ കൂടി ഒരു റെഡ് കളറിലിരിക്കും. ഒരു ഓറഞ്ച് കളറാണ് സാധാരണ ആലപ്പി ഫിഷ് കറി ഉണ്ടാവുക. 2 ചെറിയ മാങ്ങ നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഉപയോഗിക്കുകയാണ്. മൂവാണ്ടൻ മാങ്ങയാണ്, നല്ല ദശക്കട്ടിയുള്ള മൂവാണ്ടൻ മാങ്ങയാണ് സാധാരണ ആലപ്പി ഫിഷ് കറിക്ക് എടുക്കുക. അത് അത്രയും വെന്തുടഞ്ഞു പോകാതെ കറിയിൽ കിടക്കുന്നത് കഴിക്കാനായിട്ട് നല്ലൊരു രുചിയാണ്. ഇതൊന്ന് തിളച്ച് വരാനായിട്ട് അനുവദിക്കുക. ഇനി മാങ്ങയ്ക്ക് പുളി കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും കുടംപുളിയോ വാളംപുളിയോ ഏത് വേണേലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവാൻ വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്ത് വേവാനായിട്ട് വെക്കാം. കറി നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു ചെറിയ കടുക് വറ ചേർക്കാം. ചില റെസിപ്പികളിൽ തേങ്ങ അരച്ചതിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട്. തേങ്ങ അരച്ചതാണ് നമുക്ക് കറിക്കൊരു പൊലിമ കിട്ടുന്നത്. നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഉലുവ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ 2-3 ചെറിയ ഉള്ളി കൂടി നമുക്ക് സ്ലൈസ് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാംഗോ സീസണിൽ എല്ലാവരും ഈ റെസിപ്പി കൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഈ തേങ്ങ അരച്ച കറി പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എല്ലാം ഒരു നല്ല കോമ്പിനേഷനാണ്. നമുക്ക് കടുക് വറുത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കറിക്ക് ചുവപ്പ് നിറം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി എണ്ണയിൽ ചേർക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തേങ്ങ അരച്ചതിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.